സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു വചനം വായിക്കാം. അതിന് ആധാരമായി സദൃശ്യവാക്യം 31 അധ്യായം 10 തൊട്ട് 31 വരെ നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെ ആകുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനോട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുകയില്ല. അവൾ വിടുതലയ്ക്ക് കൈ നീട്ടുന്നു. അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തൻ്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. തൻ്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ചുമപ്പ് കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ശണപടവും ധൂമവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരിയ്ക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ശണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവികാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ സന്തോഷത്തോടെ വായി തുറക്കുന്നു. ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നത്. അനേകം താരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യവും വ്യാജവും സൗന്ദര്യവും വ്യർത്ഥമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിക്കൽ അവളെ പ്രശംസിക്കട്ടെ. 28 29 വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. അവളുടെ മക്കളും അവളുടെ ഭർത്താവും അവളെ എന്ത് ചെയ്യുകയാണ്? അവിടെ പുകഴ്ത്തുക, പ്രശംസിക്കുക. ആമേൻ, സ്തോത്രം. ഒരു സ്ത്രീ ദിനനിത്യവും ചെയ്യുന്ന അവളുടെ ശുശ്രൂഷയെക്കുറിച്ചും അവൾ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനെക്കുറിച്ചും അവളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും എത്ര ഭംഗിയായിട്ടാ ആമേൻ സ്തോത്ര ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ കുറിച്ച് നമ്മുടെ കർത്താവായ ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച ദൈവമക്കളെ, വിശേഷാൽ സഹോദരിമാർ എല്ലാ ദിവസവും വായിക്കേണ്ട ഒരധ്യായമാണ് ആമേൻ സദൃശ്യവാക്യം 31 അധ്യായം. ആമേൻ. ഈ വായിച്ച കാറ്റഗറിയിൽ നിങ്ങൾ ആരുമില്ലെങ്കിൽ സ്തോത്രം ഇന്നിവിടെ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ എന്നെ നീ സഹായിക്കണമേ. നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ ബലം എനിക്ക് വേണം, നിന്റെ സാമർഥ്യം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് തന്ന് നിങ്ങളെ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളൊരു കച്ചവട കപ്പൽ പോലെ ആകുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ ഫലം ഹല്ലേലൂയ കൊയ്യുന്നവരാക്കി മാറ്റുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയും? കർത്താവേ, ഈ വചനത്താൽ എന്നെ അനുഗ്രഹിക്കണമേ, ഈ വചനത്താൽ എന്നെ നിറയ്ക്കണമേ, ഈ വചനത്തിനകത്തുള്ള ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിടുതൽ എനിക്ക് വേണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരിമാരെയും ദൈവം ഈ നാളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം നിർത്തുവാൻ
ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ സീനിയർ പാസ്റ്റർ ഈ രീതിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹോദരിമാരെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കാരണമെന്നറിയാമോ സഹോദരിമാരെ? വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ ഭാരതദേശത്തെ ഉണർത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തിൽ ദൈവം ഒരു വിടുതൽ അയക്കാൻ പോകുക. നമ്മുടെ ദേശത്തെ ദൈവം ഒരു കൊയ്ത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വേലക്കാരുടെ കുറവുകളുണ്ട്. ഹല്ലേലൂയ. നീയും ഞാനും അതിലൊരു സ്തോത്രം വേലക്കാരികളായി മാറുവാൻ കർത്താവ് അനേകരെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കും ആ സ്ഥാനത്ത് നിൽക്കണമെന്ന് ആരെങ്കിലും വാഞ്ചിയോടെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം ആ സ്ഥാനത്തേക്ക് നിങ്ങളെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ദൈവമാണെന്ന് ഈ വചന വ്യവസ്ഥയിൽ നിങ്ങളോട് പറയുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 31-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്ന സ്തോത്രം 30-ാമത്തെ വചനം, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, പ്രശംസിക്കപ്പെടുവാന് ഒരു കുറുക്കു വഴിയും ഇല്ല. ഈ ലോകം ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടുന്ന ഒരേ ഒരു ക്വാളിറ്റിയാണ് നാം ദൈവഭക്തി ഉള്ളവരായിരിക്കണം. എത്ര പേർ ഇന്ന് പകൽക്കാലം സഹോദരിമാർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയും? ഇന്നത്തെ കാലം സൗന്ദര്യത്തിനും ലാവണ്യത്തിനും അല്ലെങ്കിൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു തലമുറയിൽ നാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇതല്ല നിനക്ക് വേണ്ടുന്ന ക്വാളിറ്റി, ഇതല്ല നീ ആഗ്രഹിക്കേണ്ടത്, ഇതല്ല, ഇതിൻ്റെ പുറകെ അല്ല നീ പോകേണ്ടത്. നീ ഒരു കാര്യം നിന്റെ അകത്ത് ഉരുത്തിരിയണം. അതെന്താണെന്നറിയാമോ? യഹോവ ഭക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ നീ പ്രശംസിക്കപ്പെടും. അല്ലെങ്കിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും, എൻ്റെ ദൈവം എന്നെ നിന്നേൽപ്പിച്ചു കൊടുക്കുന്നവനല്ല, എൻ്റെ ദൈവം എന്നെ അപമാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല, എൻ്റെ ദൈവം എന്നെ കഷ്ടപ്പാടിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല, എൻ്റെ ദൈവം എന്നെ ദാരിദ്ര്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല, എൻ്റെ ദൈവം എന്നെ പ്രശംസ പാത്രമാക്കി മാറ്റുന്ന ഒരേ ഒരു ക്വാളിറ്റിയാണ് ദൈവമക്കളെ ദൈവഭയം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റും, ദൈവഭയം എന്നത് നമ്മുടെ ദേഹദാഠ്യത്തിലോ നമ്മുടെ രൂപത്തിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ കുടുംബ ശ്രേഷ്ഠതയിലോ ഒന്നും വെളിപ്പെട്ട് വരുന്നത് ഒന്നുമല്ല. അതാർക്കും കാണാൻ കഴിയത്തില്ല, ആർക്കും കണ്ടുപിടിക്കാനും കഴിയത്തില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ അകത്തിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു നിക്ഷേപമാണ് ദൈവഭയം. ഹല്ലേലൂയ. എത്ര പേർ പറയും ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇത് നീ കാത്തു സൂക്ഷിച്ചാൽ ദൈവം നിന്നെ തകർക്കുകയില്ല, ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ അപമാനിക്കുകയില്ല, ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരിയെ, അല്ലല്ല, ലാവണ്യത്തിനും സൗന്ദര്യത്തിനും ലോകം അർഹിക്കുന്ന എന്തിന് പുറകെ പോകുവാനല്ല ദൈവം എന്നെ നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ലോകം അർഹിക്കാത്ത ചിലത് എൻ്റെ നിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ സ്ഥാനം എൻ്റെ ദൈവം കൊടുക്കുന്നത് യഹോവ ഭക്തി. ഹല്ലേലൂയ. ദൈവഭക്തി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? സ്തോത്രം. നാം ആ വ്യക്തിക്ക് കൊടുക്കുന്ന വില, ആ വ്യക്തിയെ മാനിക്കുന്ന രീതി, ആ വ്യക്തിയെ ബഹുമാനിക്കുന്ന രീതി, ആ വ്യക്തിയിൽ നമ്മളിൽ നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മാനം, മഹത്വം, ബഹുമാനം, ആ പദവി, ആ റെവറൻസ്, ആ ലവ്, ഇതെല്ലാം എന്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാ? ഭയഭക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും അകത്ത് ദൈവഭക്തി ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ക്യാരക്ടറുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടും. എത്ര പേർ ആമേൻ പറയും? അത് നമ്മുടെ ക്യാരക്ടറിൽ വെളിപ്പെട്ട് വരും. അല്ലല്ലോ, ഭയഭക്തി ആർക്കും തടഞ്ഞു നിൽക്കാൻ പറ്റുന്നതല്ല. ആമേൻ, സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന മാനം നീ കൊടുക്കും, ദൈവത്തിന് കൊടുക്കുന്ന പദവി നീ കൊടുക്കും, ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ നീ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ബഹുമാനിക്കേണ്ടതുപോലെ നീ ദൈവത്തെ ബഹുമാനിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ഒരു ദൈവഭക്തനെ, ഒരു ഭക്തയായ സ്ത്രീയെ നീ ബഹുമാനിക്കുന്നുവെങ്കിൽ
അത് നിന്റെ സ്വഭാവത്തിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് ഭക്തിയുടെ വേഷമല്ല നമുക്ക് വേണ്ടത്, ഭക്തിയുടെ സ്തോത്ര പ്രവർത്തികളാണ് നമ്മൾ കൂടെ വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുന്ന ദൈവത്തിന്റെ വചനം ദൈവമക്കളെ ശ്രദ്ധയോട് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഇവിടെ കേട്ടിട്ട് ഇവിടെ വിട്ടിട്ട് പോകുന്ന വചനമായിട്ട് അല്ല കേൾക്കുന്ന വചനം. നമ്മളെ തന്നെ ചതിക്കാതെ അത് നമ്മൾ ചെയ്യുന്നവരായി തീർന്നാൽ നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ള അല്ലെങ്കിൽ മാനപാത്രങ്ങളായി മാറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ നമ്മളൊരു വചനം വായിക്കാം. സ്തോത്രം. ഈ വർഷം ദൈവം നമ്മൾക്ക് തന്ന വാഗ്ദത്തമാണ് ഹല്ലേലൂയ, രാജാവിൻ്റെ പൊൻചെങ്കോലും ദൈവികമായ അധികാരവും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി ആ രാജാവിൻ്റെ പൊൻചെങ്കോൽ നീട്ടുന്ന വർഷമാണ് ഇത് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ആ പൊൻചെങ്കോൽ നീട്ടുന്ന വർഷം എന്ന് ഇവിടെ നിന്ന് വിളിച്ച് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? നിന്റെ ഹല്ലേലൂയ അനാനുകൂലമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് സ്തോത്രം നിന്നാൽ കഴിയാത്ത വിഷയങ്ങളുടെ മുൻപിൽ വെളിപ്പെടേണ്ട ദൈവകൃപയാണ് ദൈവത്തിൻ്റെ രാജാവിൻ്റെ പൊൻചെങ്കോൽ. അത് ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ ഓരോ ദൈവമക്കളും ഈ വർഷം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം ചുമ്മാതെ ഒരു വാഗ്ദത്തം നമ്മളോട് പറയുകയില്ല. ദൈവം ചിലത് ചെയ്യാനുള്ളത് മുന്നമേ നമ്മൾ അറിയിക്കുന്നത് കൊണ്ട് നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണമോ അത് ചെയ്യുവാൻ നമ്മളെ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഹല്ലേലൂയ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിൻ്റെ പൊൻചെങ്കോൽ ദൈവം നീട്ടുന്നത് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം കർത്താവേ നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മാനപാത്രമായി മാറുവാൻ എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പൊൻചെങ്കോൽ നീട്ടണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് വ്യവസ്ഥയില്ലാത്ത ജീവിതമല്ല, ഇത് ക്രമമില്ലാത്ത ജീവിതമല്ല. അല്ലല്ല, ഇതിനെല്ലാത്തിനും ക്രമമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനം തുടങ്ങി 10-ാമത്തെ വചനം വരെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ 9-ഉം 10-ഉം വായിച്ചാൽ മതി. സ്തോത്രം. രാജ്ഞിയായ വസ്തിയും അഹേശ്വരസ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹേശ്വരസ് രാജാവ് മെഹുമാൻ, ബിസ്ത, ഹർബാന, ബിഗ്ദ, അബഗ്ദ, സേതർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന 7 ഷണ്ഡന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത് ആമേൻ ദൈവത്തിൻ്റെ കൃപ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് രാജ്ഞിയായ വസ്തി. അഹശ്വേരോശ് രാജാവിൻ്റെ രാജസന്നിധിയിൽ വെച്ച് സ്ത്രീകൾക്കൊരു വിരുന്ന് കഴിച്ചു. സ്തോത്രം. ആ രാജാവും വിരുന്ന് കഴിച്ചു, രാജ്ഞിയും വിരുന്ന് കഴിച്ചു. വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിന് ഹല്ലേലൂയ ഒരു താല്പര്യം. എന്താണോ? തൻ്റെ രാജ്ഞിയായ വസ്തി റാണിയുടെ സൗന്ദര്യം ജനത്തിൻ്റെ മുൻപിൽ
വെളിപ്പെടുത്തണമെന്നൊരാഗ്രഹം. സ്തോത്രം. അങ്ങനെ ഈ ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു? 7 ഷണ്ഡന്മാരെ വിളിച്ചിട്ട് രാജകൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് രാജകൽപ്പന? രാജ്ഞിയായ വസ്തി റാണിയെ അവൾ ചുമ്മാതൻ്റെ സന്നിധിയിൽ വരരുത്, അല്ലെങ്കിൽ അവൾ രാജകിരീടം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ആ രാജകൽപ്പന കേട്ട വസ്തി റാണി എന്ത് ചെയ്തു? രാജാവിൻ്റെ കൽപ്പനയെ അവൾ എന്ത് ചെയ്തു? കേട്ടില്ല, അവൾ അനുസരിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് ദൈവസഭയോട്, ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ള ദൈവിക ആലോചന. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു രാജാതി രാജാവായ കർത്താതി കർത്താവായ നമ്മുടെ ഹല്ലേലൂയ മണവാളനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ ഞാനും നിങ്ങളും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരാണ്? നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ നമ്മളാണ്. ഹല്ലേലൂയ. ആ മണവാളൻ്റെ രാജ്ഞികളായിരിക്കുന്ന നാം സഭ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ ചുമ്മാതെ സൃഷ്ടിച്ചില്ല, നമ്മളെ ദൈവം സൗന്ദര്യമുള്ളവരായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എങ്ങനെ സൃഷ്ടിച്ചു? സൗന്ദര്യമുള്ളവരായി സൃഷ്ടിച്ചു. ലോകം രാജാവിന്, അഹശ്വേരോശ് രാജാവിന് തൻ്റെ രാജ്ഞിയെ നോക്കിയപ്പോൾ അവൾ പുറമെ സുമുഖിയാണ്, സുന്ദരിയാണ്, ജനറ മുൻപിൽ അവളെ വെളിപ്പെടുത്തുവാൻ അവൾ യോഗ്യളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ പറഞ്ഞേ, അവളെ എൻ്റെ മുൻപിൽ കൊണ്ടുവരിക, അവരുടെ സൗന്ദര്യം ഞാൻ ജനത്തിന് വെളിപ്പെടുത്തണമെന്ന്. സ്തോത്രം. അതുപോലെ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളായ എൻ്റെയും നിങ്ങളുടെയും അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ദൈവിക സൗന്ദര്യത്തെ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് എൻ്റെ അകത്ത് തന്നെ ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അത് ജനത്തിൻ്റെ മുൻപിൽ നമ്മൾ വെളിപ്പെടുത്താനാ. എത്ര പേർ ഇന്ന് പകൽക്കാലം പറയും, ഹല്ലേലൂയ, എൻ്റെ അകത്ത് ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സൗന്ദര്യമുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. ഞാൻ സുമുഖിയായിട്ടുള്ള വ്യക്തിയാ. ആമേൻ. ഞാൻ സൗന്ദര്യമുള്ളവളാണ്. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരുടെയും ജീവിതങ്ങൾ നോക്ക്. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചില്ലേ? നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചില്ലേ? നീ കഴിക്കുന്ന ആഹാരം ദൈവം വ്യത്യാസമാക്കിയില്ലേ? നീ ഓടുന്ന വാഹനങ്ങൾ ദൈവം മാറ്റിയില്ലേ? ഹല്ലേലൂയ. നിന്റെ സ്ഥിതികൾക്ക് ദൈവം ഭേദം വരുത്തില്ലേ? നാല് പേർ നിന്നെ മാനിക്കത്തക്ക രീതിയിൽ ദൈവം നിന്നെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റിയില്ലേ? ഇതെല്ലാം എന്തിനാ ദൈവം തന്നതെന്നറിയാമോ? ജനത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താനാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെയും ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ ലോകത്തിൻ്റെ മുൻപിൽ ആമേൻ ഇത് വെളിപ്പെടുത്താനാ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു പത്രമായി ദൈവം എന്നെ കണ്ടത്, എൻ്റെ അകത്ത് വച്ചിരിക്കുന്ന സൗന്ദര്യം ഞാൻ ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബം ഞാനാണ്, വ്യക്തി ഞാനാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് അനേക സൗന്ദര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും. സ്തോത്രം. എന്താ ദൈവം വെച്ചിരിക്കുന്നത്? ആത്മാവിൻ്റെ ഫലം, ആത്മാവിൻ്റെ വരം. എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലങ്ങൾ. ആമേൻ. അതേപോലെ തന്നെ ആത്മാവിൻ്റെ വരങ്ങൾ ദൈവം നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ആമേൻ. അന്യഭാഷ, പ്രാർത്ഥന, വിശ്വാസം, രോഗസൗഖ്യം, അത്ഭുതങ്ങളെയും ആമേൻ സ്തോത്ര മഹത് കാര്യങ്ങൾ ചെയ്യുന്ന വരങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. പ്രവചന വരം ദൈവം വെച്ചിട്ടുണ്ട്. ഭാഷാവരം ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അനേക വരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സഭ. ഇതെന്തിനാ ദൈവം തന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഇത് ലോകത്തിന്റെ മുൻപിൽ, ജനത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ നിന്നെയും എന്നെയും ദൈവം വിളിച്ച് വേർതിരിച്ചതിന്റെ ഉദ്ദേശം ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് തലവേദനയായി ജീവിക്കാനല്ല, ആമേൻ സ്തോത്രം, ഒരു നിന്ദയായി മാറുവാനല്ല, ലോകത്തിന്റെ മുൻപിൽ നമ്മളെ നാം വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളാണ്, വ്യക്തികളാണ് ഞാൻ നിങ്ങളും. എത്ര പേര് സമ്മതിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ഇവൾ എന്ത് ചെയ്തു? ഇവള് ഈ സഹോദരി വസ്തി റാണി തൻ്റെ സ്ഥാനം, മാനം ഇവളെല്ലാം നഷ്ടപ്പെടുത്തി. സ്തോത്രം. ഇവൾ അറിഞ്ഞില്ല, ഓ എനിക്ക് ദൈവം നല്ലൊരു പൊസിഷൻ തന്നിട്ടുണ്ട്, ഒരു സ്ഥാനം തന്നിട്ടുണ്ട്,
127 സംസ്ഥാനങ്ങളിൽ ആമേ സ്തോത്രം രാജഭരണം നടത്തുന്ന ഒരു രാജാവിൻ്റെ ഭാര്യയാണ് ഞാൻ എന്നുള്ള അഹങ്കാരം, എന്നുള്ള അവളുടെ അകത്തുള്ള ആ ഒരു ഹല്ലേലൂയ ആർക്കും താഴുവാൻ കഴിയത്തില്ല, ആരോടും വിധേയപ്പെടുവാൻ കഴിയത്തില്ല, ആരെയും സ്നേഹിക്കാൻ കഴിയത്തില്ല, ആമേ സ്തോത്രം ആരെയും ഹല്ലേലൂയ ആമേ ബഹുമാനിക്കാൻ കഴിയാത്ത അകത്ത് തളം കെട്ടിക്കിടക്കുന്ന അനേക ഹല്ലേലൂയ സ്വഭാവങ്ങൾ ഇതിയല്ല. അത് ഹല്ലേലൂയ എന്നെയോ മറ്റുള്ളവരെയോ അല്ല നശിപ്പിക്കുന്നത്, അത് നമ്മെ തന്നെ നശിപ്പിക്കും എന്ന് സഭയോട് ആലോചന പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രിയ സഭയെ, എത്ര പേർ വിശ്വസിക്കും? എൻ്റെ നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യം ഇത് ലോകത്തിന് മേൽ വെളിപ്പെടുത്താനാ. ഇവൾ എന്ത് ചെയ്തു? ഇവളിൽ വന്ന അനുസരണക്കേട് ഇവൾ വിചാരിച്ച് ആമേ സ്തോത്രം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം സേഫ് പ്ലേസ്, ഞാൻ സേഫായി ഇരിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് എൻ്റെ സ്ഥാനം ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവൾ വിചാരിച്ചു. പക്ഷേ ഇവൾ അറിയാത്ത സമയത്ത് ഇവളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്റെ അകത്ത് താഴുവാൻ കഴിയാത്ത സ്വഭാവമുണ്ടെങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ, നിന്നെ ഉപദേശിക്കുന്ന വാക്കുകൾ നിനക്ക് കേൾക്കാൻ മനസ്സില്ലാതെ പിശാച് എവിടെയെങ്കിലും നിന്നെ ഹല്ലേലൂയ വളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദത്തിന്, ദൈവ ഉപദേശത്തിന്, ദൈവ വചന വ്യവസ്ഥയ്ക്ക് നിന്നെ തന്നെ നീ വിട്ടുകൊടുത്തിട്ട് പറ, കർത്താവേ എനിക്ക് നിന്റെ കൃപ വേണം. ഹല്ലേലൂയ. എവിടെ അഹങ്കരിക്കുവാനോ, എവിടെയോ ഞാനെന്ന ഭാവം കാണിക്കുവാനോ, എവിടെയോ നീ തന്ന ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം ആമേൻ ദൈവനാമ മഹത്വത്തിനല്ലാതെ കർത്താവേ അത് ഒരിടത്തും ഒരു രീതിയിലും ഉപയോഗിക്കുവാൻ ഹല്ലേലൂയ വിടാതെ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ നിങ്ങളെ ചുമ്മാതെ വിളിച്ചവനല്ല, നമ്മുടെ അകത്ത് ചില സൗന്ദര്യം ദൈവം വെച്ചിട്ടുണ്ട്. ആമേ. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അകത്ത്? എന്തെങ്കിലും ഉണ്ടോ അകത്ത്? ആത്മാവിൻ്റെ ഫലമുണ്ടോ? ആത്മാവിൻ്റെ വരമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കോപം, ക്രോധം, ഹല്ലേലൂയ ആമേ വഴക്ക്, ഭിന്നത, അസൂയ, ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നമ്മുടെ അകത്തിരിക്കുന്നത്? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതെടുത്ത് മാറ്റ്. നിന്നെ ലോകത്തിൻ്റെ മുൻപിൽ സൗന്ദര്യമുള്ളവരായി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്ഞി എന്നത് നീ മറക്കാതെ വണ്ണം നിന്റെ ആത്മിക ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയോട് ആലോചന പറയുന്നു. എത്ര പേർ ഇത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ് ദൈവമക്കളെ? അല്ലല്ലോ, ദൈവത്തെ ഭയപ്പെടുന്നവർ പ്രശംസിക്കപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തെ ഭയപ്പെടുന്നവർ പ്രശംസിക്കപ്പെടും. അല്ലല്ലോ, ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവവചനത്തിന് ചെവി കൊടുക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവവചനത്തിന് കീഴ്പ്പെടും. ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവ ശബ്ദത്തിന് ഹല്ലേലൂയ ചെവി കൊടുക്കുന്നവരായിരിക്കും. ആമേൻ സ്തോത്രം. ദൈവ ഉപദേശത്തിന് അവർ ചെവി കൊടുക്കും. അത് മറക്കാതെ ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ വേറെ ആർക്കുമല്ലത് നഷ്ടം, നമുക്ക് തന്നെ നാം തന്നെ കുഴികുഴിക്കുക. സ്തോത്രം. ആരോടും ചലഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. സ്തോത്രം. ആരോടും ചലഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. നീ ചലഞ്ച് ചെയ്താൽ നിനക്ക് തന്നെ ആപത്ത്. നീ ചലഞ്ച് ചെയ്ത നിനക്ക് തന്നെ നീ കുഴികുഴിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവവചനത്തിന് മുൻപിൽ മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൾ വരാതിരുന്നത് കൊണ്ട് എന്താ അവൾക്ക് നഷ്ടപ്പെട്ടത്? ആമേൻ. അതേ വചനത്തിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഹല്ലേലൂയ. സ്തോത്രം. അവളുടെ സ്ഥാനം അവൾക്ക് നഷ്ടമായി. എന്ത് നഷ്ടമായി? അവളുടെ സ്ഥാനം അവൾക്ക് നഷ്ടമായി. സ്തോത്രം. ഇന്ന് ദൈവം എല്ലാവർക്കും ഓരോ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ടോ? കുടുംബത്തിൽ, ആമേൻ, ജോലിയിൽ. സ്തോത്രം. ഹല്ലേലൂയ. അനേക മണ്ഡലങ്ങളിൽ ദൈവം നമുക്ക് ഓരോ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ, ദൈവത്തിൻ്റെ വാക്കിനെ മറുതലിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ തന്നിഷ്ടത്തിന് ജീവിക്കാം. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ഉണ്ട്, ആരും എന്നോട് ചോദിക്കണ്ട, ആരും എന്നോട് പറയണ്ട, ആരും എൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ട, എനിക്കറിയാം, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാമെന്ന് സ്വന്തം തീരുമാനങ്ങളിൽ ജീവിക്കുന്ന ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഹങ്കാരം നമ്മെ താഴ്ത്തും. ഹല്ലേലൂയ. കൃപയുള്ളവരുടെ മേലോ ദൈവത്തിന്റെ ദയ, അല്ലല്ലോ, ദൈവം ധാരാളമായി പകരുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇവൾ ഈ സ്ഥാനം മനസ്സിലാക്കാതെ നിന്നതുകൊണ്ട് ദൈവമക്കളെ അവളുടെ സ്ഥാനം നഷ്ടമായി പോയി. ഇന്ന് ദൈവമക്കൾ എന്ന പദവി, സ്ഥാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ.
ദൈവമക്കൾ എന്ന സ്ഥാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആ സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മളെ എടുത്ത് മാറ്റുകയില്ല എന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം. നിന്നെ ആ സ്ഥാനത്താക്കിയത് നിന്നെ യോഗ്യതയോ നിന്റെ ഹല്ലേലൂയ എന്തെങ്കിലും സ്തോത്രം ഹല്ലേലൂയ പുകഴ്ചയോ പ്രശംസയോ ഒന്നും നോക്കിക്കൊണ്ടല്ല ദൈവം ഈ സ്ഥാനത്തിലേക്ക് നമ്മെ അപ്പോയിൻമെന്റ് ചെയ്തത്. അല്ലല്ലേ, ഇവൾക്ക് ഈ സ്തോത്രം കൊട്ടാരത്തിൽ വന്നതിന് ശേഷമാണ് അവളുടെ പേരിനൊരു അർത്ഥമുണ്ടായത്, അവളുടെ പേരിനൊരു പദവി വന്നത്. അവളുടെ പേര് പറഞ്ഞാൽ 4 പേർ മാനിക്കപ്പെടുവാനുള്ള ഒരു സന്ദർഭം അവളുടെ ജീവിതത്തിൽ വന്നത് അവൾ ആ കൊട്ടാരത്തിൽ വന്നതിന് ശേഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, എന്നെ നിങ്ങളെ മാന്യരാക്കി മാറ്റുന്ന ഒരു കാൽവറി ക്രൂശിന്റെ സ്നേഹം, അല്ലെങ്കിൽ നമ്മളെ ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു ഇന്ന് കർത്താവിന്റെ മക്കളായി ആ പദവിയിലേക്ക് എൻ്റെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. നീ അതിനെ ഹല്ലേലൂയ വിലയില്ലാത്തതോ ഇല്ല, ഹല്ലേലൂയ ഏതോ ഒരു ചെറിയ വസ്തു എന്ന് കാണാതെ അതിന് വില കൊടുക്ക്. ആ സ്ഥാനത്ത് നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നിടത്ത് നീ നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്ക്. അനേകരുടെ അകത്ത് പ്രാർത്ഥനയുടെ സ്ഥാനങ്ങളിൽ ദൈവം ചിലരെ നിർത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നിർത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ കൈതാങ്ങുവാൻ ദൈവം ചിലരെ നിർത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ദൈവം ചിലരെ നിർത്തിയിട്ടുണ്ട്. ചിലരെ ഹല്ലേലൂയ ബലഹീനരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്നെ ഏത് സ്ഥാനത്താണ് നിർത്തിയേക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്ഥാനത്ത് നിൽക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ മാറ്റുവാൻ നമ്മൾ ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കരുത്. സ്തോത്രം. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്ന ദൈവമക്കളെ, സ്തോത്രം ഹല്ലേലൂയ, ആ സ്ഥാനം അവൾ ഹല്ലേലൂയ മറന്നതുകൊണ്ട് എന്തായി? ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ വന്ന നഷ്ടം വലിയതായി മാറി. സ്തോത്രം. അവൾക്കിപ്പോൾ രാജ്ഞി എന്ന പേര് നഷ്ടമായി പോയി. സ്തോത്രം. എന്ത് നഷ്ടമായി പോയി? രാജ്ഞി എന്ന പേര് നഷ്ടമായി പോയി. അവൾ അതറിഞ്ഞില്ല, അവളത് ഇത്രയും വിലയുള്ളതെന്ന് ഗ്രഹിച്ചില്ല. അയ്യോ, ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്നത് അവൾ മറന്നു ജീവിച്ചു. സ്തോത്രം. തൻ്റെ പദവിയിൽ തൻ്റെ സ്ഥാനമാനങ്ങളിൽ അവൾ ജീവിച്ചവളായിരുന്നത് കൊണ്ട് അത് അവൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ഊടാടി സഞ്ചരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആരെ വീഴ്ത്താം, എവിടെ വീഴ്ത്താം, ഏത് വിഷയത്തിൽ വീഴ്ത്താം എന്ന് അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അവൻ സഞ്ചരിക്കുന്ന സഞ്ചാരത്തിനൊത്ത് നമ്മളും അവൻ്റെ പുറകിൽ സഞ്ചരിക്കേണ്ടവരല്ല. എൻ്റെ വഴി വേറെയാ. ഹല്ലേലൂയ. എൻ്റെ വഴി വേറെയാ. എൻ്റെ വഴി ചൊവ്വുള്ള വഴിയാ. എൻ്റെ വഴി ജീവൻ്റെ വഴിയാ. എൻ്റെ വഴി പുതുക്കത്തിൻ്റെ വഴിയാ. എൻ്റെ വഴി കർത്താവ് തുറന്നു തന്ന വഴിയാ. ഹല്ലേലൂയ. ലോകം പോകുന്ന പോക്കിൽ ഞാൻ പോകാനുള്ളതല്ല, ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാനുള്ളവർ എന്ന് മറക്കാതെ വണ്ണം നാം നിന്നാൽ ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെ സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുവാൻ, എനിക്ക് നിനക്കും തന്ന പേർ നഷ്ടപ്പെടുവാൻ, എനിക്ക് നിനക്കും തന്ന പദവി നഷ്ടപ്പെടുവാൻ, എനിക്ക് നിനക്കും തന്ന രാജവസ്ത്രം നഷ്ടപ്പെടുവാൻ, എനിക്ക് നിനക്കും തന്ന രാജമോതിരം നഷ്ടപ്പെടുവാൻ, അല്ലെങ്കിൽ എനിക്ക് നിന്റെയും തലയിൽ വെച്ചിരിക്കുന്ന രാജകിരീടം നഷ്ടപ്പെടുവാൻ ഒരിക്കലും ഇടയാകുകയില്ല. സ്തോത്രം. രാജാവിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ, അല്ലെങ്കിൽ ആ വാക്കിനെ മർദ്ദിച്ചത് കൊണ്ട്, ആ വാക്കിന് വില കൊടുക്കാത്തത് കൊണ്ട് അവൾ അറിയാതെ തന്നെ അവളിലുള്ള സൗന്ദര്യം എല്ലാം നഷ്ടമായി പോയി. എന്തൊക്കെ നഷ്ടമായി? അവളുടെ സ്ഥാനം നഷ്ടമായി, അവളുടെ പദവി നഷ്ടമായി, അവളുടെ വസ്ത്രം നഷ്ടമായി. ഹല്ലേലൂയ. അവളുടെ മോതിരം നഷ്ടമായി, അവളുടെ തലയിൽ വെച്ചിരുന്ന കിരീടം നഷ്ടമായി. അവൾ അറിഞ്ഞില്ല, ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നഷ്ടമായി പോയി. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ദൈവമക്കളെ. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചത്, ഹല്ലേലൂയ, സ്തോത്രം, ചുമ്മാതല്ല, ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. ആമേൻ. സ്തോത്രം. ലോകം കണ്ട് ഭയപ്പെടുന്ന, പിശാച് കണ്ട് ഭയപ്പെടുന്ന അനേക, ഹല്ലേലൂയ, ദൈവികമായ സർവായുധങ്ങളാൽ ദൈവം നമ്മളെ അലങ്കരിച്ച് ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിലും അവൻ്റെ അത്യധികമായ, ഹല്ലേലൂയ, അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ദൈവത്താൽ വിളിക്കുകയും വേർതിരിക്കപ്പെട്ടവർ
എല്ലാവരും നാം എന്ന് മറന്നു പോകാതെ നാം ജീവിച്ചാൽ ദൈവമക്കളെ നമ്മിൽ നിന്ന് ആരും ഒന്നും എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല. സ്തോത്രം. വെളിപ്പാട് 3:11 പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, നിനക്കുള്ളതിനെ നീ മുറുകെ പിടിച്ചുകൊള്ളുക, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പിശാച് നമ്മുടെ അകത്ത് തന്നെ അഹങ്കാരം, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എന്ന ഭാവം, ആർക്കും അനുസരിക്കാൻ കഴിയാത്ത സ്വഭാവം, ആരുടെയും വാക്ക് കേൾക്കാൻ കഴിയാത്ത സ്വഭാവം, തന്നിഷ്ടത്തിന് ജീവിക്കുന്ന സ്വഭാവം, ആരും ചോദിക്കരുത്, പറയരുത്, എവിടെയും പോകാം, എവിടെയും വരാം, എന്തും ചെയ്യാം, ഇങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ നീ ആ സ്വഭാവം വിട്ട് പുറത്തു വാ. എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. എൻ്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മൾ അനുഗ്രഹ പാത്രമായി മാറുവാൻ വിളിക്കപ്പെട്ടവരാ നാം. ഹല്ലേലൂയ സ്തോത്രം. പിശാചിന്റെ ആയുധങ്ങളായി മാറുവാൻ ഉള്ളവരല്ല നാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്തിന്റെ മുൻപിൽ നമ്മെ വെളിപ്പെടുത്തുവാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവം നോക്കും. സ്തോത്രം, സ്തോത്രം. അനേക കാമ്യം വരുന്നില്ല. നമ്മെ നോക്കും, നമ്മുടെ കുടുംബത്തെ നോക്കും, നമ്മുടെ ഭർത്താക്കന്മാരെ ലോകം നോക്കും, ആ ഭവനത്തുള്ള ഭാര്യമാരെ ദൈവം ലോകം നോക്കും, ആ വീട്ടിനകത്തുള്ള മക്കളെ ദൈവം നോക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് 127 സങ്കീർത്തനം 128 സങ്കീർത്തനം, നീ ദൈവഭക്തനായ ഒരു പുരുഷനായാൽ ഓൾറെഡി നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൈയുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടും, നിന്റെ അധ്വാന ഫലം നീ തന്നെ അനുഭവിക്കും. ഹല്ലേലൂയ സ്തോത്രം. യെരൂശലേമിന്റെ നന്മ നീ കാണും. ഹല്ലേലൂയ. ഇത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്നതൊന്നും നമ്മുടെ അഹങ്കാരത്താൽ നമ്മളിൽ വന്ന ഹല്ലേലൂയ ഞാനെന്ന ഭാവത്താൽ ദൈവം എടുത്തു കളയുവാൻ ആരും ഏൽപ്പിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. വസ്തി റാണിക്ക് സൗന്ദര്യമുണ്ട്, അവൾ സുമുഖിയാണ്, ലോകം കാണുന്ന എല്ലാ കാര്യങ്ങളും അവൾക്കുണ്ട്. എന്നാൽ അവളുടെ അകത്ത് രാജാവിൻ്റെ കൽപ്പനയെ അവൾ നിരസിച്ച ആ ഒരു നിമിഷത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവളിൽ നിന്ന് എല്ലാവും മാറ്റപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ ജ്ഞാനഹീനമായി നമ്മൾ നടക്കുന്നത്, അജ്ഞാനികളായി നമ്മൾ ജീവിക്കുന്നത്, ജ്ഞാനമില്ലാതെ നമ്മൾ നടക്കുന്നത്, സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്നത്, പലതും നമ്മളിൽ നിന്ന് നഷ്ടമായി പോകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവൾക്ക് എന്തൊക്കെ നഷ്ടമായി? അവളുടെ സ്ഥാനം നഷ്ടമായി, അവളുടെ പദവി നഷ്ടമായി, അവളുടെ വസ്ത്രം നഷ്ടമായി, അവളുടെ മുദ്രമോതിരം നഷ്ടമായി, ഹല്ലേലൂയ അവളുടെ കിരീടം നഷ്ടമായി. ഇവൾ ഒന്നുമില്ലാത്തവളായി, അനാഥളായി, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവളായി, ആമേൻ സ്തോത്രം, ഒരു മാനവും മഹത്വവും ബഹുമാനം ഇല്ലാത്തവളായി ഒരു നിമിഷത്തിൽ ഹല്ലേലൂയ മാറുവാനിടയായി. എന്നാൽ അതേ സ്ഥാനത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടി, അനാഥളായ ഒരു പെൺകുട്ടി, ദാസ്യത്വത്തിൽ ഹല്ലേലൂയ ജീവിച്ച ഒരു പെൺകുട്ടി, അപ്പനും അമ്മയും ഇല്ലാത്തതായ ഒരു സ്ത്രീ, ഹല്ലേലൂയ സഹോദരന്മാരില്ലാത്ത ഒരു സ്ത്രീ, ഹല്ലേലൂയ ചേട്ടത്തി അനിയത്തിമാരില്ലാത്ത ഒരു സ്ത്രീ, ഹല്ലേലൂയ അവളെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയ സ്ഥാനത്തിൻ്റെ വില അവൾ തിരിച്ചറിഞ്ഞു. അവിടെ പേരാണ് എസ്തേർ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. സ്തോത്രം. അവൾക്ക് പറയാനും പ്രശംസിക്കാനും ഒന്നുമില്ല. സ്തോത്രം. അനാഥള, ദാസ്യ. സ്തോത്രം. അപ്പനും അമ്മയും ഇല്ലാത്ത അനാഥ കുട്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹം പങ്കുവയ്ക്കാൻ ആരുമില്ല, അവളുടെ വിഷയങ്ങൾ തുറന്നു പറയുവാൻ ആരുമില്ല. ആ സഹോദരിയുടെ ജീവിതം അവളെ ദൈവം അവിടെ കൊണ്ടുവന്നപ്പോൾ, ആ രാജധാനിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്. അവൾ മനസ്സിലാക്കി, ഞാൻ ചുമ്മാതെ വന്നതല്ല, ഇവിടെ ഒരു വേക്കൻ്റ് ഉണ്ട്. ആമേൻ. ഈ രാജധാനിയിലൊരു
വേക്കൻ്റ് ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. രാജാവിൻ്റെ ഹല്ലേലൂയ ഭാര്യ എന്ന പോസ്റ്റിലേക്ക് ഒരു കാൻഡിഡേറ്റ് വേണം. ആ കാൻഡിഡേറ്റ് പോസ്റ്റിലുള്ള സ്ഥാനത്തേക്ക് ദൈവം നിയമിക്കുവാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ള അല്ലെങ്കിൽ ശരിയായ ബോധത്തോടെയാണ് എസ്തേർ രാജസന്നിധിയിൽ നിന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവ മക്കളെ, ദൈവസഭയെ, പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലെങ്കിൽ എന്നെ നിങ്ങളെയും ദൈവം വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യത്തിൽ ചില ഒഴിവുകളുണ്ട്, അല്ലെങ്കിൽ ചില വേക്കൻറ്റുകളുണ്ട്. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്നെ ദൈവത്തിന് മാനിക്കാനുണ്ട്. നിന്നെ ദൈവത്തിന് ബഹുമാനിക്കാനുണ്ട്. നിന്നെ ദൈവത്തിന് ഉയർത്തുവാനുണ്ട്. നിന്നെ ദൈവത്തിന് പണിയുവാനുണ്ട്. നീ ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മക്കള് എന്ന് സാക്ഷി പറയുന്ന ഒരു അളവിലേക്ക് ദൈവം നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വളർത്തിയെടുക്കുന്ന പദവിയിലേക്കാണ് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എത്ര പേർ ദൈവത്തിന് ആമേൻ പറയും? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം ഉണ്ടായിരുന്നവൾ എല്ലാം നഷ്ടപ്പെടുത്തി. എന്നാൽ ഒന്നുമില്ലാത്തവൾ ആ സ്ഥാനത്തേക്ക് അപ്പോയിൻമെൻ്റായി വന്നപ്പോൾ അവിടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ശരിയായ ഉത്തരവാദിത്ത ബോധമുള്ളവളായിരുന്നു എസ്തേർ. അവൾക്ക് ലോകം ആഗ്രഹിക്കുന്നതൊന്നും അവളിലില്ല. രാജാവിന് വേണ്ടത് ഒന്നും അവളുടെ കയ്യിലില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവൾ ആ രാജസന്നിധിയിലേക്ക് വന്ന സമയത്ത് ഹല്ലേലൂയ അവളെ ഒരാളൊന്ന് നോക്കി. അതാരാന്നറിയാവോ? രാജധാനിയിലുള്ള ഗേഗായി നോക്കി. അതാറിന് തുല്യമാ? പരിശുദ്ധാത്മാവിന് തുല്യമാ. അവളെ നോക്കിയപ്പോൾ അവന് മനസ്സിലായി ഇവള് സാധാരണക്കാരി അല്ല, ഇവിടെ അകത്ത് ചിലതുണ്ട്. ഹല്ലേലൂയ. അവളുടെ വന്നതിൻ്റെ ഉദ്ദേശം അവൾക്കറിയാം. ഈ സ്ഥാനത്ത് അവൾ വന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അവൾക്ക് ബോധമുണ്ട്. അല്ലല്ല, ഇവൾ ചിലത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവളെ വന്നിരിക്കുന്നത്. ഇവൾ ചില പദവിയിലേക്ക് അപ്പോയിൻ്റ് ആകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളെ വന്നിരിക്കുന്നതെന്ന് മറക്കാതെ നിന്ന എസ്തേറിന്റെ മേൽ ദൈവത്തിൻ്റെ മഹാകരുണയും ദൈവത്തിൻ്റെ മഹാകൃപയും എൻ്റെ ദൈവം ആ നിമിഷം മുതൽ പകരുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥാനം നിനക്ക് മനസ്സിലായാൽ, നിനക്ക് തന്നിരിക്കുന്ന പദവി നീ മനസ്സിലായാൽ, നീ സാധാരണക്കാരല്ല. അല്ലെങ്കിൽ നിന്നോട് ദയ കാണിപ്പാൻ, നിന്നോട് കരുണ കാണിപ്പാൻ, നിനക്ക് വേണ്ടി നിൽക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ സ്വർഗം ചിലരെ നിയമിച്ചാക്കിയിട്ടുണ്ട് എന്നത് നാം മറക്കരുത്. എത്ര പേർ വിശ്വസിക്കുന്ന ഈ വചനത്തെ? ഇത് ചുമ്മാതെ എഴുതി വച്ചിരിക്കുന്ന ഒരു ചരിത്രമല്ല ദൈവമക്കളെ. ഇതിനകത്ത് അനേക ആത്മീക മർമ്മങ്ങൾ അല്ലെങ്കിൽ മറന്നു കിടപ്പുണ്ട്. സ്തോത്രം. ആ സ്ഥാനത്തേക്ക് വന്ന എസ്തേർ തൻ്റെ സ്ഥാനത്തെ അവൾ മറന്നില്ല. സ്തോത്രം, ആമേൻ. അവൾ വന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഒരു വേക്കൻ്റ് ഉണ്ടെന്ന് മനസ്സിലായ വന്നത്. ദൈവരാജ്യത്തിൽ ഇന്ന് ദൈവം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, കൊയ്ത്തിന് വയൽ വിളഞ്ഞിരിക്കുന്നു. ആരില്ല? ആരില്ല? വേലക്കാരില്ല. വേലക്കാരില്ല. ദൈവം വേലക്കാരെ അന്വേഷിക്കുക. സ്തോത്രം, പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുക. ഇടിവിൽ നിൽക്കുന്നവരെ അന്വേഷിക്കുക. ഉപവസിക്കുന്നവരെ അന്വേഷിക്കുക. ആത്മഭാരമുള്ളവരെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം ലോകത്ത് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ നിൻ്റെയും ഇഷ്ടത്തിന് ജീവിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല ഞങ്ങളും നീയും. അല്ല, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് നാം മറക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. അവൾ ആ സ്ഥാനത്തിന് വേണ്ടി വന്ന് നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന സമയത്ത് സ്തോത്രം അവിടെ കയ്യിൽ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കൊടുത്ത് സ്തോത്രം വേഗം 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 അവരുടെ കൈ കൊടുക്കുന്ന ഗേഗായി ആമേൻ സ്തോത്രം ആജ്ഞ പുറപ്പെടുവിച്ചു. അതിനനുസരിച്ച് അവൾ മൂവ് ചെയ്തു. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരെ, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഇന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ നാളെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് നിനക്കുള്ള ആരോഗ്യം നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് നീ ഉണ്ടാക്കിയ സമ്പാദ്യം നാളെ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് നീ നേടിയതൊക്കെ നാളെ നിനക്ക് ഉപകരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇതെല്ലാം തന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം നിന്നെ തന്നെ വെളിപ്പെടുത്തി
ശക്തിയെ പുതുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവള് ഒന്നുമില്ലാതെ വന്നവളാ, സ്തോത്രം, അനാഥളായി വന്നവളാ. അവൾ വന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദയ അവിടെ മേൽ ലഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ, ദൈവത്തിൻ്റെ ദയ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ പോകാൻ പറ്റാത്തടത്ത് ആ ദയ നിന്നെ കൊണ്ടുപോകും. നിനക്ക് നിൽക്കാൻ പറ്റാത്തടത്ത് ആ ദയ നിന്നെ കൊണ്ടു ചെന്ന് നിർത്തും. നിനക്ക് ചെയ്യാൻ പറ്റാത്തത് നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വിശ്വസ്തത നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നീ യഹോവ ഭക്തിയുള്ളവരായി ജീവിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം 23 സങ്കീർത്തനം പറയുന്നു, ഹല്ലേലൂയ, ശുഭവും കൃപയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ അനുഗ്രഹം വേണം ദൈവമക്കളെ? കൃപയും കരുണയും നമ്മളെ പിൻപറ്റുന്ന ഒരു കൃപ നമുക്ക് വേണ്ടി വെളിപ്പെടണം. ഹല്ലേലൂയ. ഇതിന് വേറൊരു അർഹതയും വേണ്ട. ഹല്ലേലൂയ. ഇതിന് നിന്റെ കുടുംബ ശ്രേഷ്ഠത വേണ്ട, ഇതിന് നിന്റെ പണം വേണ്ട, ഇതിന് നിന്റെ ബാങ്ക് ബാലൻസ് വേണ്ട, ലോകം അർഹിക്കുന്നതൊന്നും വേണ്ട. ഹല്ലേലൂയ. ഒന്ന് നിന്റെ അകത്തിന്റെ അകത്ത് നീ ഒരു നിക്ഷേപമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവഭക്തി ഉണ്ടല്ലോ, അത് നിന്നെ കൊണ്ടു ചെന്ന് എത്തിക്കും. ഹല്ലേലൂയ. സഭ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കും? കർത്താവേ, എന്നിൽ നിന്ന് എന്ത് നഷ്ടമായാലും ദൈവഭയം നഷ്ടമാകുവാൻ നീ അനുവദിക്കരുതേ എന്നുള്ള പ്രാർത്ഥന ദിവസം തോറും ഓരോ വ്യക്തിയുടെ അകത്തു നിന്ന് വെളിപ്പെട്ട് വരണം. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അകത്ത് ദൈവഭക്തി ഉണ്ടെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ അത് വെളിപ്പെടും, വാക്കിലത് വെളിപ്പെടും, പ്രവൃത്തിയിൽ അത് വെളിപ്പെടും. നീ നിൽക്കുന്ന സ്ഥാനം അതേപോലുള്ളതായിരിക്കും, നീ പോകുന്നത് അതേപോലുള്ളതായിരിക്കും. ഈ ഭക്തിക്ക് ചേർച്ചയില്ലാത്തടത്ത് ഒരിടത്ത് നീ പോകത്തില്ല. സൗന്ദര്യം, ലാവണ്യം, ഇതെല്ലാം എന്തുവാ? വ്യർത്ഥമാ. യഹോവയിൽ ഭയഭക്തിയുള്ളവരോ പ്രശംസിക്കപ്പെടും. ഹല്ലേലൂയ. എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. അവൾക്ക് അർഹതയില്ലാത്തതെല്ലാം ദൈവം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. അനാഥളായിരിക്കുന്ന ആരുമില്ലാത്തവർക്ക് സ്തോത്രം, രാജവസ്ത്രം ധരിപ്പിക്കുന്നത് ഒരു സ്വപ്നമല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാസത്വത്തിൽ കിടന്ന ഇവള് കഴിച്ച ആഹാരത്തിന് വ്യത്യാസമില്ലേ? ഇവളിന്ന് കൊട്ടാരത്തിൽ കഴിക്കുന്ന ആഹാരം ഹല്ലേലൂയ മൃഷ്ടാംഗ ഭോജനമല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഇവൾക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഇവൾക്ക് ഇന്ന് ഇവൾക്ക് ഹല്ലേലൂയ ദാസിദാസന്മാരുണ്ടല്ലോ, ഇവളെ പരിചരിക്കാൻ ആളുണ്ടല്ലോ, ഇവളോട് എന്ത് വേണമെന്ന് ചോദിക്കാൻ ആളുണ്ടല്ലോ. ഹല്ലേലൂയ. ഇവൾക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുവാൻ ഓൾറെഡി നീ ആ കൊട്ടാരത്തിൽ പ്രവേശിച്ച സമയത്ത് തന്നെ ദൈവം എല്ലാം ഒരുക്കി വെച്ചല്ലോ. ആ സ്ഥാനത്താണ് ദൈവമക്കളെ എന്നെ നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. എത്ര പേർ പറയും, കർത്താവേ, ആ സ്ഥാനത്തിലേക്ക്, ആ പദവിയിലേക്ക്, ആ പൊസിഷനിലേക്ക് ഹല്ലേലൂയ കർത്താവേ നീ ആക്കിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് എത്ര പേർക്ക് വായി തുറന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി കരേറ്റാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് അവൾ മതിമറന്നവൾ ജീവിച്ചില്ല. അവൾ അവിടെ വന്ന കാര്യത്തിന് വേണ്ടി അവളെ ഏൽപ്പിച്ചു കൊടുത്തു. അവൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാ മൊർദെഖായി പോയി പറയുന്നു, ഈ കാലത്തിലേക്കല്ലയോ, ഈ സമയത്തിലേക്കല്ലയോ നിന്നെ ദൈവം ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്, ആക്കി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ അവൾ അലേർട്ടായി. യെസ്, ഐ നോ, എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം, എന്നെ എന്തിന് ദൈവം അനുഗ്രഹിച്ചെന്ന് എനിക്കറിയാം,
എന്നെ ദൈവം എന്തിന് പണിഞ്ഞോന്ന് എനിക്കറിയാം. ദൈവം എനിക്ക് എന്തിന് രോഗസൗഖ്യം തന്നെന്ന് എനിക്കറിയാം. ദൈവം എന്നെ എന്തിന് ഹല്ലേലൂയ ഉയർത്തിയെന്നത് എനിക്കറിയാം. എന്നെ ദൈവം എനിക്ക് ഇത്രത്തോളം എന്നെ മാനിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം എന്നത് അവൾ മറക്കാതെ ഹല്ലേലൂയ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്ത നിമിത്തമായി ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അവൾ എന്ത് ചെയ്തു? ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ജീവിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തുവാ? ഉപവാസവും പ്രാർത്ഥനയും. ദൈവസഭ പണിയപ്പെടേണ്ടത് ഉപവാസത്താലും പ്രാർത്ഥനയാലുമാ. എത്ര പേർക്ക് ഇന്ന് ഉപവസിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർ പ്രാർത്ഥനയുള്ളിടത്ത് ഓടി ഓടി പോകുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആർക്കും ടൈമില്ല, എല്ലാവരും ബിസി ബിസി ബിസി. വൈ? ദൈവമല്ല, പിശാചായി ബിസി ഉണ്ടാക്കിയത്. ഉപവസിച്ച പ്രാർത്ഥിച്ച എസ്തേറിന് വേണ്ടിയാ ദൈവം പൊൻചെങ്കോൽ നീട്ടിയത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവം പൊൻചെങ്കോൽ നീട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്തോത്രം, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ഈ കാലഘട്ടത്തെക്കുറിച്ച്, ഈ സമയത്തെക്കുറിച്ച്, ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ഞാൻ ചെയ്യണമെന്ന് കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികളെ കൊണ്ടാണ് എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ. എത്ര പേർ വിശ്വസിക്കും ദൈവപ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടണമേ കർത്താവേ എന്ന്? ഹല്ലേലൂയ. അനാഥളായ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അനാഥളായ ആ സ്ത്രീയെ കൊണ്ട് ആമേൻ ഇസ്രായേൽ ഹല്ലേലൂയ വംശത്തെ വീണ്ടെടുക്കുവാൻ ദൈവം അവളെ ഉപയോഗിച്ചു. അവൾക്ക് ആരുമില്ല, അവളും മൊർദെഖായി മാത്രമുള്ള ജീവിതം. എന്നാൽ ഇന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇസ്രായേലിനെ ദൈവമക്കളെ നശിപ്പിക്കുവാൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആ ഒരു ആമേൻ, സ്തോത്രം, കഴുകുമരം ഒരുക്കിയ ഹാമാന്റെ സകല പ്രവർത്തികളെയും നശിപ്പിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഇവൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചപ്പോൾ. പ്രിയ സഭയെ, നീ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ആരംഭിക്കുമ്പോൾ നിനക്ക് ഹല്ലേലൂയ എതിരായി എത്ര വലിയ ഹല്ലേലൂയ കഴുകുമരം പിശാചൊരുക്കിയാലും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കഴുകുമരം മാത്രമല്ല, അതൊരുക്കിയവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ മക്കളെയും അവൻ്റെ വീടിനെയും അവൻ ഉള്ളത് എല്ലാവും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഓർത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാൽ, ഹല്ലേലൂയ, നിനക്ക് ദയയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ദയ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. നീ കൃപയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടുത്തും. നിനക്ക് കരുണ ലഭിക്കേണ്ടിടത്ത് ദൈവത്തിൻ്റെ കരുണ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും, ഞാൻ നിൽക്കുന്ന സ്ഥാനം, എന്നെ ദൈവം കൊണ്ടുവന്ന സ്ഥലം, ഹല്ലേലൂയ, എനിക്ക് തന്നിരിക്കുന്ന സൗന്ദര്യം, ഇതെല്ലാം എൻ്റെ ദൈവഹിതത്തിന് വേണ്ടി കർത്താവേ ചെയ്യത്തക്കവണ്ണം നീ എന്നെ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ, ആമേൻ, ഈ സമയത്ത് നീ എന്നെ തട്ടി എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആ എസ്തേർ വന്നിരുന്ന സ്ഥലത്തെ അവൾ മറന്നില്ല. അവൾ വന്നതിൻ്റെ ഉദ്ദേശം അവൾ മറന്നില്ല. ആ സ്ഥാനത്തിൽ നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞവളെ തട്ടിയെ അല്ലെങ്കിൽ അവളെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നു. അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവളുടെ അകത്ത് വിശേഷമായ ആർക്കും ലഭിക്കാത്ത ഒരു ധൈര്യം ദൈവം അവിടെ ഉള്ളിൽ പകർന്നു. അല്ലായെങ്കിൽ ആരും പോകാൻ പറ്റാത്ത സ്ഥലം, ആരും പോയി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ മുൻപിൽ ഹല്ലേലൂയ പോയി നിൽക്കുവാൻ എവിടെ നിന്ന് ലഭിച്ച ധൈര്യം? ഹല്ലേലൂയ അവൾക്ക് ലഭിച്ചത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൾ ഇരുന്നപ്പോൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ നശിക്കുന്നുവെങ്കിൽ ഞാൻ നശിക്കട്ടെ, എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്ക് ദൈവമക്കളെ. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ നിൽക്ക്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ നിൽക്ക്, നിന്റെ വംശത്തിന് വേണ്ടി നീ നിൽക്ക്. നിന്നെ തന്നെ ഹല്ലേലൂയ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന സ്ഥാനത്തിന് വേണ്ടി നീ നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നെ കൈവിടുകയില്ല. അവിടെ പിന്നെയും ദൈവം എന്താ കൃപ പകർന്നുകൊണ്ടേയിരിക്കും. 3-ാമത്തെ അധ്യായത്തിൽ രാജാവ് പൊൻചെങ്കോൽ നീട്ടി. പിന്നെ 5-ാമത്തെ അധ്യായത്തിൽ തിരിച്ചും പൊൻചെങ്കോൽ നീട്ടുന്നു. പിന്നെ തിരിച്ചും 8-ാമത്തെ അധ്യായത്തിൽ പൊൻചെങ്കോൽ നീട്ടുന്നു. ഈ ഒരു സഹോദരിയെ മുഖാന്തരമായിട്ട് ദൈവം ഹല്ലേലൂയ ചരിത്രം ദൈവം സൃഷ്ടിച്ചു. ഇതിന് കാരണം എന്താ?
അവളുടെ താഴ്മ, അവളുടെ വിനയം, അവളുടെ അനുസരണം. വേണ്ടാത്തടുത്ത് പോയില്ല, വേണ്ടാത്തത് സംസാരിച്ചില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ടില്ല. ആ സ്ഥാനത്ത് എന്നെ എന്തിന് കൊണ്ടുവന്നു എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ, അവളെ വലിയവളാക്കി. പ്രിയ സഭയെ, എന്നെ നിങ്ങളെയും കർത്താവ് ഇതിനായി കണ്ടവനാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവം പറയുന്നു, ഹല്ലേലൂയ. എസ്തേർ രാജ്ഞിയെ ദൈവത്തിൻ്റെ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അവൾ ചുമ്മാതെ വന്ന് നിന്നില്ല. അവൾ ഹല്ലേലൂയ അലങ്കൃതളായി വന്ന് നിന്നു. സ്തോത്രം. അവളുടെ വസ്ത്രത്തിന് വ്യത്യാസം, അവളുടെ ആഹാരത്തിന് വ്യത്യാസം, അവളുടെ മോതിരത്തിന് വ്യത്യാസം, അവളുടെ കിരീടത്തിന് വ്യത്യാസം, എല്ലാം ഉള്ളവളായി അവൾ വന്ന് നിന്നു. ഒരു കാലത്ത് അവൾ അനാഥളായിരുന്നു. എന്നാൽ ഇന്ന് ഇവൾ നിൽക്കുന്നത്, ആമേ സ്തോത്ര, എസ്തേർ രാജ്ഞിയെ, നിനക്ക് എന്ത് വേണം? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്നുള്ള ശബ്ദം അവളുടെ ചെവിയിൽ കേൾപ്പിക്കുന്ന ഒരു രാജാവ് ഈ ലോകത്തിലുണ്ട് എങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്രയോ അധികമായിട്ട് തന്നോട് ചോദിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുവാൻ വിശ്വസ്തനെന്ന് ദൈവസഭ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, എൻ്റെ ദൈവമക്കളെ, ഞാനും നീയും അനുഗ്രഹിക്കപ്പെടും. എന്നെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവർ നാം ആകണം. എന്താകണം? ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ ചെവി കൊടുക്കണം? എൻ്റെ വാക്കുകളെ ശ്രദ്ധയോടെ കേൾക്കണം. ആമേ. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. സ്തോത്രം. ശ്രദ്ധയോടെ കേട്ടാൽ നീ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും, ഉയർത്തപ്പെടും, വളർത്തപ്പെടും. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. നിന്നെ വാലല്ല തലയാക്കും. നീ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടി നിൽക്കാൻ ദൈവം അനുവദിക്കയില്ല. നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാക്കി ദൈവം നിന്നെ മാറ്റും. ഹല്ലേലൂയ. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ അടുക്കള അനുഗ്രഹിക്കപ്പെടും, നീ പോകുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും, നീ വരുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീടിന് അനുഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ നിന്റെ വയൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ എണ്ണയുടെ ഭരണി അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമക്കളെ, ഇതിനെല്ലാത്തിനും കാരണം എന്താണെന്ന് അറിയാമോ? ദൈവഭക്തിയെ നിക്ഷേപമായി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും അവർ ഹല്ലേലൂയ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം അടിച്ച് തറപ്പിച്ച് നമ്മളോട് പറയുന്നു. ഒരു വലിയ ജനതയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അനാഥളായിരുന്ന ഇവൾക്കിന്ന് ദൈവം ഒരു അഡ്രസ്സ് കൊടുത്തു. ഹല്ലേലൂയ. എന്തുവാ ഇന്ന് അവളുടെ അഡ്രസ്സ്? 127 സംസ്ഥാനങ്ങളെ ഭരിച്ച് നടത്തുന്ന ആമീൻ അഹശ്വേരോശ് രാജാവിൻ്റെ ഭാര്യയായ എസ്തേർ രാജ്ഞി എന്ന പദവിയിലേക്ക് ദൈവം അവളെ ഉയർത്തി. സ്തോത്രം, ഹല്ലേലൂയ. ചുമ്മാതെ ഉയർത്തിയില്ല, അവൾക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. സ്തോത്രം, ആമേൻ. ഈ ഭൂമിയിലെ ഒരു രാജാവ് ഈ രീതിയിൽ ചെയ്തുവെങ്കിൽ, ഹല്ലേലൂയ, എന്നെ നിന്നെ വിളിച്ച ദൈവം, എന്നെ നിന്നെ വേർതിരിച്ച ദൈവം തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, തൻ്റെ മണവാട്ടി സഭയാക്കി മാറ്റി, തൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്കും നിനക്കും വേണ്ടി ഒഴുക്കി തന്നത് ദൈവമക്കളെ എന്നെ നിങ്ങളെ അനാഥരാക്കുക ല്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. നിരാശയായി വിടുവാനല്ല. ആമേ എന്നെയും നിങ്ങളെയും ദൈവം ഉന്നതമായ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നവനെന്ന് നമ്മൾ മറക്കരുത്. ആമേ. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനം പണിയും, ജ്ഞാനമില്ലാത്തവളോ സ്വന്തം കൈയാൽ അതിനെ മുറിച്ചു കളയും. ഹല്ലേലൂയ. നമ്മൾ പണിയുന്നവരായി മാറട്ടെ. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് ഇപ്പോൾ സഹോദരിമാർ പറ, ജ്ഞാനമുള്ളവർ തൻ്റെ കുടുംബത്തെ പണിയും. ശബ്ദമുണ്ടോ? അല്ലേലും എന്തായിരിക്കണം നമ്മൾ? ജ്ഞാനമുള്ളവരായിരുന്ന എന്ത് ചെയ്യും? കുടുംബത്തെ പണിയും. സ്തോത്രം. നിന്റെ ഭവനം പണിയുന്നുണ്ടോ? പണിയപ്പെടുന്നുണ്ടോ? പണിയപ്പെടുന്നില്ല എങ്കിൽ ജ്ഞാനം ഏറ്റുവാങ്ങുക. ജ്ഞാനം ഏറ്റുവാങ്ങുക. അത് യുദ്ധ ആയുധങ്ങളെക്കാൾ വിലയുള്ളതാണ് ജ്ഞാനം. ഹല്ലേലൂയ. ആ ജ്ഞാനം ഏറ്റുവാങ്ങി നിന്റെ കുടുംബത്തെ പണിയുവാൻ നിന്നാൽ ആമേൻ, സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.
once again happy Women's Day. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം തന്ന സഭയോടും കർത്താവിൻ്റെ ദാസനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഞാൻ നിൽക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.